ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇൻഡീസ് സഖ്യത്തിൽ കടുത്ത ഭിന്നത. സീറ്റ് വിഭജനത്തിൽ കൊമ്പുകോർത്ത് കോൺഗ്രസും RJDയും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 50 സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന നിലപാടിലാണ് RJD. കഴിഞ്ഞ തവണ 70 സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റേത് മോശം പ്രകടനമായിരുന്നു എന്നാണ് RJDയുടെ വാദം. വിവരങ്ങളുമായി S. നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നന്ദഗോപൻ, ഇൻഡീസ് സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തട്ടകമാണ് ബീഹാർ. അവിടെ RJD കോൺഗ്രസ് തർക്കം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തർക്കം വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്ന് പറയാൻ കഴിയുന്നുണ്ടോ നന്ദഗോപൻ? വിനോദ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷം ഇങ്ങോട്ടും കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് RJDയുടെ വിലയിരുത്തൽ. വോട്ടുചോരി യാത്ര വരെ നടത്തി നോക്കി. എന്നിട്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ ജനഹൃദയത്തിലൊരു ഇടം നേടുവാനോ ഇൻഡീസ് സഖ്യത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ RJD തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് RJD നേതാക്കൾ വ്യക്തമാക്കുന്നത് 50 സീറ്റിനപ്പുറം കോൺഗ്രസിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70-ലധികം സീറ്റുകൾ കോൺഗ്രസിന് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ പരമാവധി 50 മുതൽ 55 സീറ്റുകൾ വരെ നൽകാൻ കഴിയൂ എന്നുള്ള നിലപാടിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ളതാണ് തേജസ്വി യാദവ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിൽ വലിയ അതൃപ്തിയുണ്ട്. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഈ വോട്ടുചോരി യാത്രയടക്കം കോൺഗ്രസിൽ ബീഹാറിൽ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ആ അവകാശവാദത്തിന് പിന്നിൽ യാതൊരുവിധ യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും RJD അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോൾ ഇൻഡീസ് സഖ്യത്തിൽ വലിയ രീതിയിലൊരു തലവേദനയായി തന്നെ നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്കും എത്തുവാൻ വേണ്ടി സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇരു വിഭാഗത്തിലുള്ള നേതാക്കളും തമ്മിൽ ഇതിനോടകം തന്നെ നിരവധി തവണ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ചർച്ചകൾ നടന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും ഒരു സമവായത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ഇൻഡീസ് സഖ്യത്തിലെ നേതാക്കൾക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. ഇടത് പാർട്ടികളും കൊമ്പുകോർത്ത് നിൽക്കുകയാണ്. CPIയും CPMും അതേപോലെ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ RJD കോൺഗ്രസും സീറ്റ് വിഭജന കാര്യത്തിൽ വലിയ തർക്കം രൂപപ്പെടുകയാണ്. ഇൻഡീസ് സഖ്യത്തിലാണ് വലിയ വിള്ളൽ രൂപപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.